വീണ്ടും വാർത്തകളിലേക്ക് മടങ്ങി വരാം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് മന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഇടപാടിൽ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്നാണ് പരാതി. വിവരങ്ങളുമായി ദേവൻ എം പിയാണ് ചെയ്യുന്നത്. ദേവൻ, ഈ ആരോഗ്യവകുപ്പ് ഒരു കുറ്റമറ്റ രീതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ആരോഗ്യമന്ത്രി ഉള്ളത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഞ്ജലി, കഴിഞ്ഞ മാർച്ച് 11-നും മെയ് 6-നും ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൗഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് ഇത്തരത്തിൽ ഈ ബ്ലീച്ചിംഗ് പൗഡർ അടക്കമുള്ള സാധന സാമഗ്രികളുടെ ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ KMCCL സ്വീകരിച്ച ഈ പർച്ചേസിൽ അല്ലെങ്കിൽ ഇത്തരമൊരു വസ്തുക്കൾ വാങ്ങിയതിൽ ഏതെങ്കിലും തരത്തിൽ സംഭരണ നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ അല്ലെങ്കിൽ ഇതിന് ബാധകമായിട്ടുള്ള ചട്ടങ്ങളും ഒപ്പം തന്നെ ടെൻഡർ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ വസ്തു വാങ്ങിയത് ന്യായമായ വിലയ്ക്ക് തന്നെയാണോ, അതുപോലെ തന്നെ ഈ ബ്ലീച്ചിംഗ് പൗഡറിന്റെ ഗുണനിലവാരം, അതിന്റെ ഉപയോഗം, അങ്ങനെ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കച്ചവടത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ശ്രമം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം കെ മുരളീധരൻ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തെ മെഡിക്കൽ ഉപകരണങ്ങളുടെ പർച്ചേസിലും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് മറ്റൊരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷം നടന്ന ആരോഗ്യവകുപ്പിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ഒരു ബാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പരിശോധിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ അന്വേഷണത്തിലൂടെ ലക്ഷ്യമിടുന്നതും. അഞ്ജലി, ശരി ദേവൻ, വ്യക്തമാണ്.